കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീരപുരുഷനായിരുന്നു ജിഷ്ണു പ്രണോയ് എന്ന നാദാപുരത്തെ യുവാവിന്. പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന അവൻ ജനുവരി 7-ാം തീയതി ആത്മഹത്യ ചെയ്തു. അല്ല, കൊന്നു. എന്തൊക്കെയോ കുറ്റങ്ങൾ ചാർത്തിക്കൊടുത്ത് കോളേജിലെ മേലാളന്മാർ അവനെ ഇല്ലാതാക്കി. ജിഷ്ണുവിനും കുടുംബത്തിനും നീതി കിട്ടാൻ സമരങ്ങൾ തുടങ്ങി. ജിഷ്ണുവിന്റെ അമ്മ മഹിജിയായിരുന്നു ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഏക മകനെ ഇല്ലാതാക്കിയവർക്കെതിരായ സമരത്തിൽ കേരളത്തിന്റെ മനസാക്ഷി അണിനിരന്നു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർക്ക് ജിഷ്ണുവിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞു. അയാൾ പറഞ്ഞ നുണകളായിരുന്നു തെളിവുകൾ. ആ അമ്മ ആവശ്യപ്പെട്ടത് മറ്റൊന്നിനും വേണ്ടിയല്ല, തന്റെ മകനെ ഇല്ലാതാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ്. അവർ സമരങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോഴെല്ലാം പോലീസും സർക്കാരും ചില കൺകെട്ട് വിദ്യകൾ കാണിച്ച് അവരെ കബളിപ്പിച്ചു. ഭരണ സംവിധാനങ്ങളിൽ സർവ്വ പ്രതീക്ഷയും നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ നാദാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. സമരമായിരുന്നു ലക്ഷ്യം. സമരം തുടങ്ങുന്നതിന് തൊട്ടു മുൻപും അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ മകന് നീതി കിട്ടിയില്ല എന്ന്. DGP ഓഫീസിന് മുന്നിലേക്ക് അവർ വന്നത് നഷ്ടങ്ങളുമായാണ്. സർവ്വ പ്രതീക്ഷകളും ഇല്ലാതായപ്പോഴാണ് അവർ തിരുവനന്തപുരത്തേക്ക് വന്നത്. ഇപ്പോഴും വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്നും നീതി പ്രതീക്ഷിച്ചാണ് അവരെത്തിയത്. അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവരെ അങ്ങേയറ്റം അപമാനിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആ അമ്മയോട് ഒരു കുറ്റവാളിയെപ്പോലെ പെരുമാറി. ആദ്യ മന്ത്രിസഭയുടെ 60-ാം വാർഷികം അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലായി. പോലീസ് നടപടിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നിലപാടുകളോട് സഹതാപമാണ് സഖാക്കളെ. പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ സമരം ചെയ്തുകൂടാ പോലും. സമരങ്ങളിലൂടെ പിറവിയെടുത്ത, സമരങ്ങൾ മുദ്രാവാക്യമാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ നാവിൽ നിന്ന് വന്ന വാക്ക് അശ്ലീലം തന്നെയാണ്. നാണം കെട്ട സ്വാശ്രയ കച്ചവടം തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ മുതലക്കണ്ണീരൊഴുക്കുന്നു. സ്വാശ്രയ കച്ചവടത്തിനെതിരെ സമരം നടത്തിയ സഖാക്കൾ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണിപ്പോൾ. പുര കത്തുമ്പോൾ വാഴ വെട്ടുകയാണ് BJP. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, അങ്ങേക്കാണ് വീഴ്ച പറ്റിക്കൊണ്ടിരിക്കുന്നത്. അന്ന് പറഞ്ഞ മനോവീര്യം അങ്ങയുടെ പോലീസ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ജിഷ്ണുവിന്റെ അമ്മ എന്ന നിലക്ക് അവർക്കുള്ള വികാരം, അങ്ങയുടെ ന്യായീകരണം കേൾക്കാൻ ഞങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സില്ല.